ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവസ്ഥ ശോചനീയം. സത്യം. ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, എൻ്റെ പൊന്നെ, ഈ വീഡിയോയ്ക്ക് വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ചു നേരം കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ഡൗണാ. എനിക്ക് പിന്നെ ചിരി വരിക, ടെൻഷൻ കൂടുമ്പോൾ ചിരി വരുന്ന ഒരാള്. അത് ആലോചിച്ചത് എല്ലാം തകർന്നിരിക്കുമ്പോ ചിരിച്ചിരിക്കുക. ആഹാ, എന്തൊരു ഫീലാണെന്നറിയോ. കറക്റ്റ്. ഞാൻ ആദ്യമായിട്ടോ ഇത്രയും, അതായത് മുള്ളിന്റെ മുകളിലൂടെ നടന്നിട്ടുണ്ട്, കത്തിയുടെ മുകളിൽ നടന്നിട്ടുണ്ട്, പക്ഷെ ബ്ലേഡിന്റെ മുകളിലൂടെ ആദ്യമായിട്ടാ. അതിപ്പോ മനസ്സിലായില്ല അതിന്റെ ഒരു സുഖം എന്താന്ന്. നല്ല സുഖം. ഓക്കെ, എന്റർടൈൻമെന്റ് കീഴ ഈ കിഴി റിവ്യൂ ആണ്, എപ്പിസോഡാണ്. അല്ല, അപ്പൊ ശരിയാണ്, നമ്മുടെ റിവ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. ഞങ്ങളുടെ റിയൽ ലൈഫ് റിവ്യൂ ആണ്. അതെ. ഫസ്റ്റ് വൺ, തലൈവർ 173. ഓക്കേ. അശ്വന്ത് മാരിമുത്തു സിനിമ സംവിധാനം ചെയ്യുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായ കാര്യമാണ്. എന്തായാലും അശ്വന്ത് മാരിമുത്തുവിൻ്റെ ബർത്ത്ഡേക്ക് കയാദുൽ ലോഹർ നേരിട്ട് കണ്ട് ആളെ വിഷ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം സൂചന ഇതിലേക്ക് കയാദു ഉണ്ടാകുമോ എന്നുള്ളതാണ്. നോക്കാം. അടുത്തത് ഇരുമുടി സിനിമയുടെ ഗ്ലിംസ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റിന്റെ ശിവ നിർവാണയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. തേജ, രവി തേജ. അതെ അതെ. എന്തായാലും ഗ്ലിംസ് തിരക്കടില്ലാന്ന് തോന്നുന്നു, പക്ഷെ ലാസ്റ്റിലേക്ക് എത്തിയപ്പോ പരിപാടിയിലേക്ക് തന്നെ കൊണ്ടുപോകും തോന്നുന്നു. അത് പിന്നെ എന്തായാലും വരുമല്ലോ, അതില്ലാതെ ഞാനുണ്ടോന്ന്. അടുത്തത് ഒഡീസി, ദ ഒഡീസി. ഓ മൈ ഗാഡ്. സിനിമയുടെ ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമ റിലീസിനെത്തുന്നത് ജൂലൈ 17. ഓക്കെ. അടുത്തത് സൂര്യ 47, നസ്രിയ നസ്ലൻ, രണ്ടുപേരുടെ പിക്ക് പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. അതെ അതെ അതെ. ഓക്കെ. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത സൂര്യ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ പ്രൊമോ ഉടനടി വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് ഈ വീക്കിലുണ്ടാവും എന്നുള്ളതാണ്. കാത്തിരിക്കുന്നു. പരിമള ആൻഡ് കോ സിനിമ ജൂൺ 5 റിലീസിനെത്തുകയാണ്. ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ജയറാമും, അതായത് കുലീനൻ, ജയറാം ഒരു സൈഡിൽ ഇരുന്നിട്ട് തള്ളും തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ. എന്തായാലും ജയറാം പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഉർവശിയുണ്ട്. അമ്പൻ പരിപാടി ആയിരിക്കും എന്നുള്ളത് തോന്നുന്നു. അതിന്റെ ട്രെയിലറും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നല്ല വൈബ്. ട്രെയിലർ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അതെ, ഭയങ്കര രസമുണ്ട് കാണാൻ. ഓക്കെ. അടുത്തത് മോളിവുഡ് ടൈംസ് സിനിമേന്റെ ട്രെയിലർ ഇല്ല കേട്ടോ. നാളെ സിനിമ റിലീസിനെത്തുകയാണ്. ട്രെയിലർ ഇല്ലാത്ത സിനിമയിൽ ഇനി ബാക്കി കണ്ടാൽ മതി എന്നാണ് അവരുടെ സംവിധായകൻ പറഞ്ഞത്. അഭിനവ് സുന്ദർ നായക് ആണ് പറഞ്ഞത്. അത് ആ സിനിമയെ ബാധിക്കും ചിലപ്പോ. അങ്ങനെയാണല്ലോ, ഇതൊന്നും കാണാതെ കാണുന്നതാണ്. പിന്നെ ഇതില് 2-3 കാമിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ പറഞ്ഞാണ്. ബേസിൽ ശ്രീനിവാസൻ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഒരുപാടില്ല, കുറച്ചൊക്കെ. അതെ. അടുത്തത് നൂറുസ്വാമി. നൂറുസ്വാമി സിനിമയുടെ റിലീസ് ഡേറ്റ് സംഭവിച്ചിട്ടുണ്ട്. ജൂൺ 19 സിനിമ റിലീസിനെത്തും കേട്ടോ. വിജയ് ആന്റണി നായകനാവുന്ന സിനിമയാണ്. സ്വാസികയാണ് നായിക. ശശിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അടുത്തത് വിശ്വനാഥ് ആൻഡ് സൺസ്. വാസ്. VAS. അങ്ങനെ വിശ്വനാഥിന്റെ വി മനസ്സിലായി, ആൻഡിന്റെ എ, സൺസിന്റെ എസ്. വാസ്. കൊള്ളാം. എന്താണെങ്കിലും സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഉടനെ തന്നെ പുറത്തു വരും കേട്ടോ. ഈ മാസം വരും എന്നുള്ളതാണ്. അത് നമ്മുടെ GVP തന്നെ മറ്റേ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഓക്കെ. സിംഗിൾ മാസം അല്ലേ? സിംഗിൾ മാസം. പുതിയ പരിപാടി, ഓരോരോ പേരുകൾ വരുവേ. സിംഗിൾ മാസമായിട്ടും ഡബിൾ മാസമായിട്ടും. അടുത്തത് AA23. ഇതെന്ന് വരും എന്നുള്ളത് അറിഞ്ഞൂടാ. കുറേ റൂമേഴ്സ് കളിക്കുന്നുണ്ട്. അതായത് അല്ലു അർജുൻ ലോകേഷ് സിനിമ അല്ലേ, ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ഡിസ്റ്റൻസ് വന്നതുകൊണ്ട് സിനിമ ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ ന്യൂസ് വരുന്നുണ്ട്. സത്യമാണോ ലോകേഷ് അണ്ണാ? സത്യമാണോ? അപ്പോൾ ലോകേഷ് പറയുന്നു, അതായത് എൻ്റെ അടുത്ത, അതായത് അല്ലു അർജുൻ മൂവി കഴിഞ്ഞതിന് ശേഷം കൈഡിറ്റ് വരും, റോളക്സ് സ്റ്റാൻഡ് ലോൺ മൂവി വരും. ആള് സ്ഥിരം പരിപാടി, അതായത് LCUവിൻ്റെ ആ രീതിയിലുള്ള കണക്ഷൻ. ഇപ്പം ആദ്യം കുറേ കാലത്തിന് ശേഷം ഒന്ന് പ്രത്യക്ഷപ്പെട്ടതാ. വന്നാൽ അപ്പം കൈഡി വരും. 2033 പ്രതീക്ഷിക്കാം. അതൊക്കെ ലോകേഷ് മൂവി വരുമ്പോ തന്നെ 2029 അല്ലെങ്കിൽ 2028 2029. അതായത് അല്ലു അർജുൻ അറ്റ്ലി മൂവി അത് അടുത്ത വർഷം തീരുള്ളൂ.
റാക്ക. അത് അടുത്ത വർഷം ലാസ്റ്റിലേക്കൊക്കെ നോക്കിയാൽ പടം റിലീസ് ഒക്കെ അവസാനത്തേക്ക് നോക്കിയാൽ മതി. പിന്നെ അതിനുശേഷം ലോകേഷ് മൂവി പ്രശ്നങ്ങളില്ലെങ്കിൽ ഈ ക്രിയേറ്റീവ് ഡിസ്റ്റൻസ് അടുത്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഒക്കെ പിന്നെ നമ്മൾ വിചാരിക്കാം അതൊക്കെ അടുക്കും തന്നെ വിചാരിക്കാം. ഡിസ്റ്റൻസ് എങ്ങനെയാണെന്നറിയോ, കൂടുതൽ അകന്നും പോകില്ല. ചില ഡിസ്റ്റൻസ് LCU അകന്നു പോകുന്നത് സത്യ അതേപോലെ സംഭവിക്കാട്ടോ. എന്താണെങ്കിലും അടുത്തത് ആകാശം ലോ ഒക്കെ താര സിനിമയുടെ ഫൈനൽ ഷെഡ്യൂള് ഉടനെ തുടങ്ങുന്ന കേട്ടോ കേൾക്കുന്നത്. ദുൽഖർ നായകനാവുന്ന സിനിമയാണ്. പവൻ സദനേനെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നല്ല സിനിമയായിട്ട് സാധനം പുറത്തു വരും. അടുത്തേക്ക് ബിജിമുണ്ട് അതല്ല നമ്മുടെ സിറ്റുവേഷൻ എന്ത് ചെയ്യാനാ ആനന്ദൻ കാട്. അതിങ്ങനെ ഓർക്കുമ്പോൾ അപ്പം മനസ്സിൽ തോന്നും എന്ത് ചെയ്യാനാ സംഭവിച്ചും പോയി എന്ത് കാട്ടാനാ. ഓക്കെ അനന്തൻ കാട് സിനിമയുടെ ഡേറ്റ് അനൗൺസ്മെന്റ് ടീസർ വന്നിട്ടുണ്ട്. അന്നേരം ജൂൺ 25-ന് സിനിമ റിലീസിനെത്താണ്. ഓൾറെഡി ഇതിൻ്റെ അനൗൺസ്മെന്റ് വന്നതായിരുന്നു ഡേറ്റ്. എന്തായാലും ആര്യ നായകനാവുന്ന സിനിമയാണ്. മുരളി ഗോപിയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. ടീസർ കൊള്ളാട്ടോ, രസമുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം 43 സെക്കൻഡ് ഉള്ളു, പക്ഷെ രസമുണ്ട് കട്ടിങ്സ് ഒക്കെ. ഓക്കെ, അടുത്തത് D57 സിർത്തൈ ശിവ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. സിനിമയില് തൃഷ നായികയായിട്ട് വരും. അനിരുദ്ധ് മ്യൂസിക്, റാണ ദഗവതി ഒരു പ്രധാന വേഷത്തിലുണ്ടാവുന്നു. അനിരുദ്ധ് നല്ല കോമ്പിനേഷനാ. ഒരാളുടെ മനസ്സ് CMന്റെ മനസ്സ് അതാണ് നല്ല കോമ്പിനേഷൻ. അത് വേറെ കാര്യം കേട്ടോ, അതായത് വിജയുടെ അതുപോലെ അജിത്തിൻ്റെ സൂര്യയുടെ ഇവരൊക്കെ കരിയറിൽ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമയിൽ നായിക തൃഷയാണ്. അപ്പോൾ ധനുഷ് അത് കണ്ടിട്ട് എടുത്തായിരിക്കും. രാഷ്ട്രീയപരമായിട്ടൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, കൊടി. അത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. അതിന് തൃഷ കത്തിയാണ് കേട്ടു. മനസ്സിലായി. കറക്റ്റ് ഇനി ഒന്ന് മത്സരിക്കുക പോലെ എല്ലാം കണക്റ്റഡ് അല്ലേ? അല്ല, കണക്ഷൻ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ മനസ്സിലാവും. ധനുഷിന്റെ ഒക്കെ കഥ, ചെറുക്കൻ്റെ ഒക്കെ ഒരു കഥ കേൾക്കണം നിങ്ങൾ. അഴുക്ക ചെറുക്കൻ കഥയാണത്. അനിരുദ്ധിന്റെ ഒക്കെ നമ്മുടെ ശാന്തിവിള എന്ത് വിളിച്ചു പറയുന്നത് അങ്ങനത്തെ ആൾക്കാർ പറയുമ്പോ പറയുന്ന കഥയാണ്. പൊന്നു കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഞെട്ടിപ്പോവും. ഒരു നടി ഉണ്ടല്ലോ ശാന്തിവിളന്റെ മറ്റൊരു സ്ത്രീ രൂപം തമിഴ്നാട്ടില്, ആള് പറയുന്ന കഥകളൊക്കെ. അതെ, പേരെന്തായിരുന്നു മറന്നുപോയി. അത് നമ്മുടെ ഇവിടെ ശാന്തിവിളയാണെങ്കിൽ അവിടെ 36, അത്ര ഉള്ള വ്യത്യാസം. അടുത്തത് ബ്ലാസ്റ്റ് സംവിധായകന്റെ നെക്സ്റ്റ് സിനിമ, അതായത് സുഭാഷ് കെ രാജ്. ആളുടെ അടുത്ത സിനിമ കാർത്തി ആയിരിക്കും നായകൻ എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണെങ്കിലും ബ്ലാസ്റ്റ് 2 ഉണ്ടെന്നുള്ള ആള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ടില്ല, കുറച്ച് താമസം ഉണ്ടാവും. അടുത്ത സിനിമ തന്നെ ബ്ലാസ്റ്റ് 2 ആണെന്നുള്ളതും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അടുത്തത് സിഗ്മ സിനിമയുടെ ഫസ്റ്റ് സിംഗിള് ഇന്ന് വരും കേട്ടോ. ജെയ്സൺ സഞ്ജയ് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. സുന്ദീപ് കൃഷ്ണാണ് നായകനായിട്ട് വരുന്നത് കേട്ടോ. തമൻ മ്യൂസിക്. ജൂലൈ 31-നാണ് സിനിമ റിലീസിനെത്തുന്നത്. ഓക്കെ, സിഗ്മയായി ചെറുക്കം. സിഗ്മയാണെങ്കിൽ സീനാവട്ടോ. ഏത് മകനെ ജേസനെ മകൻ പിന്നെ ഇനിയിപ്പോ എന്താണെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, CMന്റെ മോനല്ലേ. അത് മാറുന്നില്ലല്ലോ. അതെ. അടുത്തത് അതിമനോഹരം സിനിമ. ഇനിയും ഒരുപാട് ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അതായത് 50 ദിവസത്തെ ഷൂട്ടെങ്ങാനും ബാക്കിയുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ സിനിമ ഈ വർഷം റിലീസിന് എത്തുമ്പോഴും ആദ്യം പറഞ്ഞിരുന്ന ആ ഒരു പൂജ ടൈമിലായിരുന്നു ആദ്യം റിലീസ് പ്ലാൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അതിലേക്ക് സിനിമ തീരൂല. ഇനി 50 ദിവസത്തെ ഷൂട്ട് ബാലൻസ് നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം പൂജയിൽ നിന്ന് മാറിയേക്കാം. ഒക്ടോബറിലല്ലേ പൂജ, നവംബറോ ഡിസംബറോ ഒക്കെ ആവും ചിലപ്പം റിലീസ് എത്തുന്നത്. എന്തായാലും നോക്കാം. അടുത്തത് കറുപ്പ് സിനിമയുടെ എഡിറ്റർ പറഞ്ഞൊരു സാധനമുണ്ട്. മൂപ്പര പേര് ഇപ്പം എന്തായിരുന്നു, കലൈ അങ്ങനെ എന്തോ ഒരു പേരാണ്. ആള് പറഞ്ഞത് ഈ സിനിമയില് ആര്യ ഒരു കാമിയോ, അതായത് പ്രധാനപ്പെട്ട ഒരു കാമിയോ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണെന്ന്. അപ്പൊ ഡിലീറ്റഡ് സീൻ വരുമ്പം ഇനി ഇത് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, അടുത്ത കിഴിയിലേക്ക് പോവാം. കോള് വന്നിട്ടോ അതിൻ്റെ അടിയിൽ. എടുത്തായിരുന്നോ എന്താന്നുള്ളതൊന്നും ഓർമ്മയില്ല. അത് സാറില്ല, എന്തായാലും നാളെ എടുക്കാലോ. ഓക്കെ, പോന്നോട്ടെ. അടുത്ത കിഴി ടോക്സിക്. ടോക്സിക് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഒരു റൂമർ വരുന്നുണ്ട്, ഈ സിനിമയുടെ ഔട്ടിൽ യഷ് അത്ര വലിയ തൃപ്തനല്ല, അതുകൊണ്ട് തന്നെ 100 ദിവസത്തെ റീഷൂട്ട് പ്ലാൻ ചെയ്യുന്നു എന്ന്. അതിനർത്ഥം 2027 ലാസ്റ്റോടൊക്കെ ആയിരിക്കും മേ ബി റിലീസ് ആവുക, അല്ലെങ്കിൽ മിഡ് അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക്. പക്ഷെ 100 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എന്തത് സത്യം, 100 ദിവസത്തെ ഷൂട്ടേ. പിന്നെ ഇതൊക്കെ റൂമേഴ്സ് ആണ്, പറയാൻ പറ്റില്ല, ഉറപ്പിക്കാൻ പറ്റുമോ? അതെ അതെ. എന്തായാലും ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമയാണ്, യഷാണ് നായകൻ. അടുത്തത് സ്പിരിറ്റ്. സിനിമയുടെ ഷൂട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മൈത്രി തിയേറ്റേഴ്സിലാണ് കേട്ടോ. മൈത്രി മൂവി മേക്കേഴ്സിന്റെ. അത് കൊള്ളാം കേട്ടോ. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനാവുന്ന സിനിമയാണ്. അടുത്തത് റാം. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് പുറത്ത് വരേണ്ട സിനിമയായിരുന്നു, ഇത് ഷൂട്ട് പാതിയിൽ നിന്ന് പോയതാണ്. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് നമ്മുടെ ജിത്തു ജോസഫ് പറഞ്ഞത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഒരു സിനാരിയോ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതിപ്പോൾ അത്ര റെലവൻ്റ് ആണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അറിയില്ല, അതിനർത്ഥം ഔട്ട്ഡേറ്റഡ് ആണ് എന്നുള്ളത് ആൾക്ക് തോന്നി. അല്ലെങ്കിലും അത് വരില്ല, അത് ഉറപ്പിച്ചുള്ള കാര്യമാണ്. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി വരുന്നു, അതേപോലെ കെട്ടടങ്ങുന്നു, അതാണ് ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം നമ്മൾ കേട്ടോ, അത് ശരിയാവണമെന്നില്ല. അതായത് ഇത് പാർട്ട് 2 ആണ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1 ആദ്യം ഷൂട്ട് ചെയ്തിട്ടില്ല, ആദ്യം പാർട്ട് 2 ചെയ്തു, എന്നിട്ട് പാർട്ട് 2 തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് പിന്നെ എങ്ങനെ അത് ചെയ്യുമ്പോൾ പടം പുറത്തിറങ്ങും. ലാലേട്ടൻ്റെ ലുക്ക് എങ്ങനെ മാറി, തൃശ്ശന്റെ ലുക്ക് എത്ര മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒരു മാറ്റം വന്നിട്ടില്ല, ലാലേട്ടന്റെ ഫേസിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്, പിന്നെ ബോഡി മൊത്തം മാറിയിട്ടുണ്ട്. അപ്പം ഭയങ്കര റിസ്ക് തന്നെയാണ്. അടുത്തത് ദൃശ്യം 3 സിനിമയുടെ ഹിന്ദി സിനിമയാണ്. സിനിമയുടെ സംവിധായകൻ പറഞ്ഞതാണ്. അതായത് ഒരുപാട് മാറ്റങ്ങളോടെ കഥ തന്നെ മാറ്റം, വ്യത്യസ്തമായ സാധനമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. കഥ തന്നെ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തിനാ ഇവര് ദൃശ്യം 3 ഇറങ്ങുന്നോളം വരെ വെയിറ്റ് ചെയ്ത് അതേ സ്ക്രിപ്റ്റ് കിട്ടാൻ എന്തിനു കാത്തിരുന്നു? എന്തിനാണ് ഇതിന്റെ റൈറ്റ്സ് കൊണ്ടുപോയി? ഊളത്തരം പറയുന്നതിനൊരു എന്തെന്നറിയോ, പറ്റിക്കണേ ആൾക്കാരെ കയറ്റാനേ. ഇത് അതൊന്നല്ല, ഇത് മാറ്റേണ്ടത് കാണിക്കാണ്. ഒരുവിധം ആൾക്കാരൊക്കെ ഇപ്പം മലയാളത്തിന്റെ ഡബ് വേർഷൻ വന്നതിനകത്തൊക്കെ ഒരുവിധം ആൾക്കാരെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ അതിൽ നിന്നൊന്നും മാറ്റി കുറച്ച് ആൾക്കാർ അവിടുത്തെ ആൾക്കാർ കാണണല്ലോ. മാത്രല്ല മൊത്തത്തിൽ ഇതില് ത്രില്ലർ എലമെന്റ്സ് ഉണ്ടാവും. അതായത് ദൃശ്യം പോലെ ആയിരിക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ത്രില്ലർ രീതിയിലുള്ള പരിപാടി. സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ഒരു സംശയമില്ല, സ്ക്രിപ്റ്റ് അത് തന്നെയായിരിക്കും. പക്ഷെ മേക്കിങ്ങിന്റെ കാര്യത്തിൽ അത് കുറച്ച് ക്വാളിറ്റി തന്നെ ഉണ്ടാവും, അവിടെ കൂടുതലുണ്ടാവും. അത് ഞങ്ങൾ സമ്മതിക്കും. അത് ഹിന്ദി. പക്ഷെ സ്ക്രിപ്റ്റ് നിങ്ങൾ മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ ചോറുണ്ടെന്നവരല്ലായിരിക്കണം. അയ്യോ ഉണ്ടോ? അതെ, ഞാൻ വല്ലതും പറഞ്ഞാൽ വളരെ കൂടും. എന്താണെങ്കിലും എപ്പിസോഡ് കൊടുത്തിരുന്നിരിക്കുകയാണ്. വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.